മൂന്ന് നേരവും വെറും അച്ചാർ മാത്രം കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബം, ഒരു കുഞ്ഞു കുടുംബം. അവർ കുടുംബം ജീവിക്കുന്നത് ഒരു വീട്ടിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വീട് എന്നതിന് പറയാൻ കഴിയില്ല. ഒരു പട്ടിക്കൂട് എന്ന് തന്നെ പറയണം. അത്രയും ഒരു ചെറിയ കുടിലാണ് ആ അച്ഛനും അമ്മയും ആ രണ്ട് കുട്ടികളും താമസിക്കുന്നത്. ഇതാ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ. ഇതാ ഞങ്ങളുടെ വീട്. ഇതാ നിങ്ങളുടെ വീടല്ലയോ? ആണോന്നാ ഞങ്ങളുടെ കാരണം ഇതൊരു പട്ടിക്കൂടാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കറിയൊന്നും ഇങ്ങനെ കാണത്തില്ല. ഞങ്ങൾ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഇരുമ്പിക്കപ്പുളി ഇവിടെ നിന്നും പറിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ അച്ചാറിട്ട് തരുന്നത്. അതും കൂട്ടിയായിരിക്കും ഞങ്ങൾ രാത്രിയും ചോറ് കഴിക്കുന്നത്. രാവിലെ സ്കൂളിൽ പോകുമ്പോഴും എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നു. ഇരുമ്പിക്കപ്പുളി ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്ന് അമ്മയ്ക്ക് കൊടുത്തത്. ഇതേ വേറൊന്നും കറിയില്ലയോ? തേങ്ങ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്ന് ഇനി അത് പൊട്ടിച്ച് ചമ്മന്തി അരയ്ക്കണം. രാത്രി ഇനി ചമ്മന്തി അരയ്ക്കുമല്ലേ? കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് അറിയാം. പിള്ളേരെ കളിയാക്കാറുണ്ടോ ഇരുമ്പിക്കപ്പുളി എപ്പോഴും കൊണ്ടുവരുമ്പോ? കളിയാക്കാറുണ്ട്. എന്ത് പറയും? ഇരുമ്പിക്കച്ചാർ മാത്രം മീനും കൊള്ളത്തില്ല, നിനക്ക് എന്റെ വീട്ടിലാണ്ട് മീനും ഇറച്ചൊന്നും മേടിക്കത്തില്ല. ഇപ്പൊ മോളെന്ത് പറയും? ഞങ്ങളുടെ വീട്ടിൽ ഇതേ ഉള്ളു എന്ന് പറഞ്ഞ് ഒരു ആളും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമാണ് ആ ഒരു കുടുംബത്തിൻ്റെ വേദന എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ കാലത്തുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ജീവിക്കുമോ അല്ലേ? ഒരു അച്ചാർ മാത്രം കഴിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒരു കുട്ടികളും താല്പര്യപ്പെടില്ല. അവരുടെ ഒരു ഗതികേട് കാരണമാണ് അവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരെല്ലാവരും കളിയാക്കും. അവരുടെ വീടിനെ കുറിച്ച് പറയാനോ വീട്ടിലെ സാഹചര്യങ്ങളെ കുറിച്ച് പറയാനോ ഒന്നും അവർക്ക് മടിയാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ആ മടി? മറ്റുള്ളവർ തങ്ങളെ കളിയാക്കും എന്നുള്ള ആ ഒരു ചിന്ത കാരണമാണ് ആ കുട്ടികളുടെ ഒരു അവസ്ഥ. ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ കുട്ടികൾ കടന്നു പോയോണ്ടിരിക്കുന്നത്. KTR മീഡിയ എന്നൊരു ചാനലാണ് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് പുറത്തു വിടുന്നത്. ആ ഒരു ചാനലിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ, ഈ ഒരു വീഡിയോയുടെ താഴെ പോയി നോക്കിയാൽ നമുക്ക് ഒരുപാട് കമൻസ് കാണാൻ പറ്റും. അതിൽ മുകേഷ് അംബാനിയെ കുറിച്ച് വരെ ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? മുകേഷ് അംബാനിയെ പോലുള്ള അത്രയും പണക്കാരായിട്ടുള്ള ആളുകളുള്ള നമ്മുടെ ഈ നാട്ടിലാണ് ഇങ്ങനത്തെ അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ശരിയാണ്. പക്ഷെ അവർക്ക് പറഞ്ഞ പോലെ അവരുടെ പോക്കറ്റ് നിറക്കാനല്ല അവർക്ക് നേരമുള്ളൂ അല്ലേ? അതിനിടയിൽ ഈ പാവങ്ങളെ കാണാനോ അവരെ സഹായിക്കാനുള്ള ഒരു ടൈമൊന്നും അവർക്കില്ല. അവർക്ക് ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അവർ. അപ്പോൾ ഇങ്ങനെയുള്ള പാവങ്ങളെ കണ്ടാലും അവരത് കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇപ്പോഴും നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾ അവർക്ക് തന്നെ കൈപിടിച്ച് ഉയർത്താം. പക്ഷെ അവരൊന്നും അതിൽ മുതിരില്ല എന്നതാണ് യഥാർത്ഥ സത്യം. നമ്മളെപ്പോലുള്ളവർ തന്നെ വേണം ഇവരെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ. പാവങ്ങൾ തന്നെയാണ് പാവങ്ങളെ സഹായിക്കുള്ളൂ എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അവസ്ഥ മാത്രമല്ല ചേട്ടാ, എൻ്റെ അച്ഛൻ്റെ അവസ്ഥയും കൂടി ഞാൻ കാണിച്ചു തരാം. അച്ഛാ, 42 അടി മേടിയിൽ നിന്ന് മരം മുറിച്ചപ്പോൾ വീണതാണ്. അങ്ങനെ വീണ വഴിക്ക് മൂത്രസന്ധിയിൽ നരമ്പ് പൊട്ടിപ്പോയതാണ്. അച്ഛൻ കരഞ്ഞോണ്ടാ കരഞ്ഞു. ചേട്ടന്മാർ ഇതുകൊണ്ട് ഷീറ്റെല്ലാം പൊളിഞ്ഞെടുക്കും. അന്നേരം മഴ പെയ്താൽ വെള്ളമൊക്കെ ഇങ്ങോട്ട് അച്ഛൻ്റെ പുറത്ത് വീഴും. അന്നേരം അച്ഛൻ്റെ മുഖത്താണ് വന്ന് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് എൻ്റെ അനിയനും എൻ്റെ അമ്മയൊക്കെയാണ് അച്ഛനെ പിടിച്ച് തറയിൽ ഇവിടെ കിടത്തുന്നത്. ഈ മെത്ത പിടിച്ച് തറയിട്ടിട്ട് വേണം അന്നത്ത് കിടത്താനായിട്ട്. ഇപ്പം രാത്രി മഴ പെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെ. സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഈ കീറി പറഞ്ഞ ബാഗ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. 2-3 ദിവസം സ്കൂളിൽ പോകാതിരിക്കും. ഞങ്ങൾ പിന്നെ വഴക്കൂറിന് വീണ്ടും പറഞ്ഞു വിടും. അന്നേരം എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമാണല്ലേ അവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിൽ പലരും ചെറുപ്പങ്ങളിലൊക്കെ ഇതുപോലുള്ള അവസ്ഥകളിൽ നിന്ന് കടന്നു വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇന്നൊരു പക്ഷെ നല്ല ജീവിതം നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ മടിക്കരുത്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടില്ല നമുക്ക് അവരുടെ ആ ഒരു വേദന മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ബാഗൊന്നും ഇല്ലാതെ പഴയ ബാഗുകളൊക്കെ ഇട്ട് ഇന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ മറ്റു കുട്ടികൾ തീർച്ചയായിട്ടും കളിയാക്കും. ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവരെ കളിയാക്കുന്നുണ്ടായിരിക്കും. ആ ഒരു വേദന ഒന്നും അവരനുഭവിക്കുന്ന ഒരു വേദന ഒന്നുമില്ല അവർക്ക് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനോ എങ്ങനെയാണ് അത് തരണം ചെയ്യേണ്ടത് എന്നും അറിയാതെ കഴിയുന്ന ഒരു കുടുംബം. അതുമാത്രമല്ല, ഈ ഒരു കഷ്ടപ്പാട് മാത്രമല്ല, അവർക്ക് താങ്ങും തണലായി നിൽക്കേണ്ട അവരുടെ അച്ഛൻ്റെ അവസ്ഥയും വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് വീണ്ടും ജീവിതത്തിലേക്കുള്ളൊരു മുന്നോട്ടുള്ളൊരു മാർഗം എന്താണെന്ന് അറിയാതെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ്. നമ്മളിലുള്ള ഓരോരുത്തരും അവരെ സഹായിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക.